ഒന്ന് തിരിക്കാൻ എന്താടാ മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഏയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. എങ്ങനെയുണ്ട് പാർട്ടി? ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പൊന്നും അല്ല. ആള് നല്ല സ്മാർട്ടാ. ആ, അതാ ഞാൻ പറഞ്ഞത്. കപ്പയുടെ മോളങ്ങ് കൊയ്യാറായ പാടം പോലെ ആയല്ലോ പിള്ളേ. ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചോ. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. കുറവേ ഉള്ളൂ. അവിടെ ഇവിടെ എത്താത്ത 1.5 മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നീളം ഇറങ്ങിക്കോളും. നിന്നെയൊക്കെ കണ്ട ആർക്കാടി ഇളകാത്തത്? പിന്നെ സ്ത്രീപീഡനം ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാഗ്രഹോട്ട് ഇറങ്ങിക്കോളും. നേരെ ചെവേ തുണി കൊടുത്ത് നടക്കൂ, ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും. മുഖം അത്ര പോരം തോന്നുന്നു. അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ? ചേച്ചിയുടെ പടം ഈ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലേ? കമ്പ്യൂട്ടറിലാ? ആ കടയിൽ നിൽക്കണ ചെറുക്കൻ കാണിച്ചെന്നല്ല ചേച്ചിയുടെ പടം കമ്പ്യൂട്ടറിൽ. ഫേസ് ക്രീമില് ഫീസ് ബുക്ക് അങ്ങനെ എന്തോണ് പറഞ്ഞത്. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? അയാൾക്കുണ്ടാകുന്ന സൗന്ദര്യാനുഭൂതി അതേ രീതി മറ്റുള്ളവർക്കും അനുഭവിക്കാനാവും. അവക്കടെ സൈസ് എത്രയായിരിക്കും മച്ചാനെ? ഒരു 36 സി എങ്കിലും ഉണ്ടാവും. പോടാ, അത്ര ഉണ്ടാവുള്ള. അല്ല, ഇതേ താൻ നല്ല മണിമണി പോലത്തെ പോയിന്റ്സ് അല്ലേ പറയുന്നത്? ആ നോട്ടം വേണ്ട. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ. ഹറാമിന്റെ നോട്ടം നോക്കുന്ന നീ ഇങ്ങനെ വല്ലതും കണ്ട അസ്തഗ്ഫിറുല്ലാഹ് അങ്ങോട്ട് പറയാം. എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാഹ്. ആദ്യം കണ്ടപ്പോ ഒന്നും പറയണ്ട. വേണ്ട വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തെ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. അതവിടെ വെച്ചേ. അതവിടെ വെക്കാനല്ലേ പറഞ്ഞേ? അയ്യോ, എന്താ ഇത്? ഏത്? ഇത്രയും വേണ്ടായിരുന്നു. അല്ല, ചുമ്മാതല്ല നിന്റെ മത്തങ്ങ കുലുങ്ങുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മനുഷ്യ, ഇത് പുറത്തോട് മിണ്ടിപ്പോരുത്. ഞാൻ മിണ്ടുന്നില്ല. നീ ഇങ്ങനെ കണ്ട പെമ്പിള്ളാരുടെ വായിൽ നോക്കി നടക്കാതെ ഒരു പെണ്ണിട്ട്
ഓരോ കൊല്ലം കഴിയുന്തോറും പ്രായം കൂടി വരിക. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. അളിയാ എന്തൊരു ചരക്കടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ആരെ കണ്ടാലും നിന്നെ ഒന്ന് കൊതിച്ചു പോകും.